എന്താ പത്മ ഇത്? അവൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചത് നല്ലതായിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. വേദയും രഞ്ജിത്തും പിന്നെ നമ്മൾ 4 പേരും നമ്മുടെ വണ്ടിയിൽ പോവാം. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളില്ലേ? മമ്മി, അതെന്തിനാ ഞങ്ങൾ അവോയ്ഡ് ചെയ്തത്? ഹരിത ഇവിടെ തനിച്ച് വെക്കുകയല്ലേ, അവക്കൊരു കമ്പനി വേണ്ടേ? ഓ അങ്ങനെ. ഇനിയിപ്പോ ഈ വിഷയത്തിലൊരു സംസാരമൊന്നും വേണ്ട. പറഞ്ഞവര് മാത്രം പോകുന്നു, അത് മതി. നല്ല തീരുമാനല്ലേ ഏട്ടാ? അതെ. പത്മ, യതീന്ദ്രൻ, ഉദയ് ശങ്കർ, ഭാര്യ വന്ദന, രഞ്ജിത്ത്, വേദ, അവര് മാത്രമായിരിക്കും നാളെ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നത്. അതിൽ നിന്ന് പത്നിയെ വേദനിപ്പിക്കുന്ന ഏറ്റവും നല്ല ആൾ ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാ പത്മയുടെ ആങ്ങള. ഉദയശങ്കരൻ എന്തെങ്കിലും സംഭവിച്ചാ പത്മയ്ക്ക് അതൊരു പേഴ്സണൽ നഷ്ടമാവും. പക്ഷേ ഉദയശങ്കർ പത്മയുടെ കുടുംബത്തിലുള്ളതല്ലല്ലോ. പിന്നെ ആരെയാ നീ ലക്ഷ്യം വെക്കുന്നത്? ആ പെൺകുട്ടി വേദയോ? അതും അല്ല. ഒരു മരണം നടന്നാലേ അത് പത്മയുടെ കുടുംബത്തിനെ ഉലയ്ക്കണം. പിന്നീട് ഒരിക്കലും ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റാത്ത വിധം പത്മ കരഞ്ഞോണ്ടേയിരിക്കണം. ആ പാവ യതിയേട്ടൻ. യതീന്ദ്രനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? അല്ലാതെ പിന്നെ ഇന്ത്യയും വേറെ മാർഗമൊന്നുമില്ല. സത്യത്തിൽ അങ്ങേര് പാവ, വളരെ ശാന്തനായ ഒരു മനുഷ്യൻ. ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹം മാത്രം. അങ്ങനെ ഒരാൾ മരിച്ചുപോയാല് ഉറപ്പായിട്ട് പത്മ വേദനിക്കും. ആ കുടുംബം വെന്ത് നീറും. ഒന്ന് തിരിച്ചടിക്കാൻ പോലും ഒറ്റ ആൾക്ക് ധൈര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സൂര്യക്ക്. കാരണം ആ കുടുംബത്തിൽ അവൻ സ്നേഹിക്കുന്നത് യതീന്ദ്രനെ മാത്രമാണ്. അച്ഛന്റെ മരണത്തോടെ മകൻ വീഴും, സ്വാഭാവികം. ഗംഗേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഒന്നല്ല, 100 ആവർത്തി ആലോചിച്ചാലും ഉത്തരം ഒന്ന് തന്നെ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന പത്മയുടെ കുടുംബത്തിനെ നാളെ സ്വീകരിക്കുന്നത് ഞാൻ ഏർപ്പാടാക്കിയ ആൾക്കാരാണ്. അവർക്കുള്ള നിർദ്ദേശം യതീന്ദ്രനെ കൊല്ലാൻ തന്നെയാണ്. സുദർശൻ ആഗ്രഹിക്കുന്ന മരണം, പത്മയുടെ കുടുംബത്തിന്റെ നാശം, നാളെ അത് സംഭവിച്ചിരിക്കും. ഞാനേ അവന്മാരെ ഒന്ന് വിളിക്കട്ടെ. എന്നെ കൊണ്ടുപോണ്ട. പക്ഷെ അങ്ങനെയാണോ സാറിന്റെ കാര്യം? സാറിന് വിഷമായോ? എന്തിന്? എല്ലാവരുടെയും കൂടെ അമ്പലത്തിൽ പോകാൻ വിളിക്കാത്തതില്. തനിക്ക് എന്താ തോന്നിയേ? അങ്ങനെ അവഗണിക്കുമ്പോ ആർക്കായാലും സങ്കടം തോന്നില്ലേ? എനിക്ക് ഈ കല്യാണവും ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ വന്നവനെയും ഇഷ്ടമല്ല. രഞ്ജിത്ത് സാറിന് എന്താ കുഴപ്പം? സാറിന് മാത്രല്ലേ രഞ്ജിത്ത് സാറിന് ഇഷ്ടമല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ. അതെ, അവൻ നല്ലവനല്ലാത്തോണ്ടാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. സാറിന് ഇഷ്ടമല്ലാത്ത ഒക്കെ ചീത്തയാണോ? ആ. സാറിന് നാടൻ ബ്രാൻഡി ഇഷ്ടാണോ? ആ അങ്ങനെ എന്തെങ്കിലും ചോദിക്കേ. എടോ, ഈ ബ്രാൻഡിയുടെ ഡിഫറൻസ് എന്താണെന്നറിയോ? ഈ നാടനും ഫോറിനും തമ്മില്. ദൈവമേ, എനിക്ക് വായി തോന്നിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. ഉടനെ ആദ്യം പിടിച്ചങ്ങ് കേറി വരിക. എടോ, താൻ ഈ കല്യാണക്കാരിയൊക്കെ വിട്, നമുക്ക് ബ്രാൻഡിയെ കുറിച്ച് സംസാരിക്കാം. ആ എടോ, കുടിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞെങ്കിലും ഒന്ന് ആശ്വസിക്കാമല്ലോ.
എന്റെ സ്വഭാവം മാറും കേട്ടോ. എനിക്ക് സങ്കടമായി. ഒരേ ഒരു ആങ്ങളെയല്ലേ. കല്യാണം അവരൊക്കെ തീരുമാനിച്ചാലും സാറല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യാനാ?